إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم فإذا فرغت فانصب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനും ദയാപരനുമായ പടച്ച റബ്ബിൻ്റെ പ്രീതി നേടിയെടുക്കും വിധത്തിൽ സൽക്കർമ്മനിരതമായ ജീവിതം മരിക്കുന്നത് വരെ നിലനിർത്തണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമളാനിൽ നമ്മൾ നിർവഹിച്ച എല്ലാ കർമ്മങ്ങളും നാഥൻ കബൂൽ ചെയ്യുമാറാകട്ടെ. പാപരഹിതമായ നിഷ്കളങ്കമായ ഹൃദയവിശുദ്ധിയുടെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ തുടർച്ച നിലനിർത്തുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു അധ്യയന വർഷത്തിന് ശേഷം ഹയർ സെക്കൻഡറി വരെയുള്ള നമ്മുടെ മക്കൾക്ക് പൂർണ്ണമായ വെക്കേഷൻ, സമ്മർ വെക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. ഡിഗ്രി തലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വെക്കേഷനിലേക്ക് കടന്നെങ്കിലും അവർക്ക് സെമ്മ് എക്സാമുകൾ പലതും നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് മത്സര പരീക്ഷകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പല പരീക്ഷകളും വരാനിരിക്കുന്നു, പലതും നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മക്കളുടെ അധ്യയന കാലയളവിനെ അനുഗ്രഹീതമായ വിദ്യാഭ്യാസ വർഷമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ പരീക്ഷയിൽ ജയിക്കുന്നത് പോലെ ജീവിതത്തിലും പതറാതെ വിജയിക്കുന്ന വിവേകത്തിൻ്റെ, തിരിച്ചറിവിൻ്റെ പാതയിലൂടെയുള്ള മുന്നോട്ടു പോക്കിന് അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒഴിവുകാലം വന്നടഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ റമളാനിന് ശേഷം റമളാനിന് പരിസമാപ്തി കുറിച്ചു, ഈദും നമ്മൾ ആഘോഷിച്ചു. അതിനെ തുടർന്ന് ഒരു വെക്കേഷൻ കാലയളവിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. വെക്കേഷൻ വന്നടഞ്ഞു കഴിഞ്ഞാൽ പൊതുബോധമനുസരിച്ച് രാപ്പകലുകൾ അങ്ങനെ കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ, എന്നാൽ പല പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും കുടുംബങ്ങളിലും പുറത്തുമൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. മക്കൾ നമ്മൾ വിചാരിക്കുന്ന നിലവാരത്തിലും നിലയിലേക്കും എത്തുകയില്ല. രക്ഷിതാക്കളെ ധിക്കരിക്കുന്നു, അലക്ഷ്യമായി അങ്ങനെ ജീവിക്കുന്നു. ഇങ്ങനെ നാട്ടുനടപ്പനുസരിച്ചു കൊണ്ടുള്ള ഒരു ഒഴിവുകാലത്തെ നമ്മുടെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കണം
ഈ വന്നണഞ്ഞ 1-2 മാസങ്ങൾ അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന അവധാനതയോടെ നമ്മൾ ആലോചിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇസ്ലാമിക ഉമ്മത്തിനോട് പ്രവാചകൻ പല വിഷയങ്ങളിലായി പറയുന്നത്, നാടോടുമ്പോൾ നടുവ ഓടിക്കൊണ്ടിരിക്കുക എന്ന ഒരു പോളിസി ഒരിക്കലും ഒരു മുസ്ലിമിന്, അത് ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ലാതെ ഇസ്ലാമിൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ, വിധിവിലക്കുകളൊക്കെ അംഗീകരിച്ച് ജീവിക്കേണ്ട ഒരു പ്രായത്തിലൂടെ കടന്നു പോകുന്ന സമയം എത്തിക്കഴിഞ്ഞാൽ വലാ തകൂനു ഇമ്മഅ എന്നാണ് പ്രവാചകൻ ഒരു ഹദീസിൻ്റെ ഒരു ഭാഗമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. വലാ തകൂനു, അല്ലയോ വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, നിങ്ങളായിത്തീരരുത് ഇമ്മഅ അഥവാ കൂടികളായിത്തീരരുത്. ജനങ്ങൾ നന്നാകുന്നതിനനുസരിച്ച് ഞങ്ങൾ നന്നാകും, കുടുംബം നന്നാകുന്നതിനനുസരിച്ച് ഞങ്ങൾ നന്നാകും, മഹല്ലും നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ നന്നാകുകയാണെങ്കിൽ, സൽപാന്താവിലാണെങ്കിൽ, സദാചാരത്തിലാണെങ്കിൽ ആ വഴിക്ക് ഞങ്ങൾ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. എല്ലാം ഒരു ഇരുളടഞ്ഞ അലക്ഷ്യമായ അലസമായ പക്കാ വിനോദത്തിൻ്റെ, മതത്തിൻ്റെ വിധിവിലക്കുകളൊക്കെ ലംഘിച്ച് അലക്ഷ്യമായി ജീവിക്കുന്ന ഒരു ചുറ്റുപാടിലൂടെയാണ് ഒഴിവ് സമയങ്ങളും അതല്ലാത്ത സമയങ്ങളും രാവും പകലുമൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഞങ്ങളുടെ ദാമ്പത്യമായിരുന്നാലും കുടുംബജീവിതമായിരുന്നാലും മക്കളുടെ വിഷയമൊക്കെ ആയിരുന്നാലും അങ്ങനെ ഒരു കോലത്തിലെ ഞങ്ങൾക്ക് ചരിക്കാനും മുന്നോട്ട് നീങ്ങാനും സാധിക്കുകയുള്ളൂ എന്ന ഒരു നിലപാട് ഒരിക്കലും വിശ്വാസി സമൂഹത്തിന് ഭൂഷണമല്ല, പ്രത്യേകിച്ച് പുതിയ കാലത്ത്. മാത്രവുമല്ല, റമളാനിൽ ഇസ്ലാമിക ജീവിതത്തിൽ നമ്മുടെ വ്യക്തിവിശുദ്ധി, ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇണക്കവും ഇമ്പവും, കുടുംബത്തിലെ അച്ചടക്കം, സംസ്കാരം, ഇസ്ലാമൈസേഷൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട ആരാധനകൾ, അനുഷ്ഠാന മുറകൾ, അതിൽ ഓരോ സമയത്തും നിർവഹിക്കേണ്ടത് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം, പാരായണം, സമയബോധം അനുസരിച്ച് 5 വഖ്ത് നമസ്കാരം, അഡീഷണലായി പ്രവാചകൻ പഠിപ്പിച്ച ഐച്ഛിക സുന്നത്ത് നമസ്കാരങ്ങൾ, അതേപോലെ സ്വഭാവ സംസ്കാര പെരുമാറ്റ കലകളിലും മേഖലകളിലുമൊക്കെ സംസ്കൃതിയുള്ള, സംസ്കാരമുള്ള, പ്രതീക്ഷയുള്ള, വെളിച്ചമുള്ള നിലവാരത്തിലേക്കൊക്കെ ഉയർന്നതിന് ശേഷം അതെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വെക്കേഷനാക്കി, ഒഴിവ് കാലമാക്കി ഇത് മാറാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ പല ആളുകൾക്കും അതിന് സാധിക്കാറില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അറിയിച്ചതാണ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുകയാണ്, നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. നിഅമതാനി, 2 അനുഗ്രഹങ്ങളുണ്ട്, 2 ബ്ലെസ്സിങ്സ് ഉണ്ട്. ആ ബോത്ത് ആർ ബ്ലെസ്സിങ്സ്, 2 അനുഗ്രഹങ്ങളിലും കസീറും മിനൻ നാസ്, ജനങ്ങളിൽ അധികം ആളുകളും നമ്മളതിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. നിഅമതാനി, 2 അനുഗ്രഹങ്ങളിൽ, മഗ്ബൂനും ഫീഹിമാ, അവ രണ്ടിലും വഞ്ചിക്കപ്പെടുകയാണ്, കസീറും മിനൻ നാസ്, ജനങ്ങളിൽ അധികം ആളുകളും. ഏതാണ് ആ 2 അനുഗ്രഹങ്ങൾ? അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവ് സമയവുമാകുന്നു എന്ന് പറയാൻ. ആരോഗ്യ സുസ്ഥിതിയുടെ സന്ദർഭങ്ങളിൽ, ആരോഗ്യമുണ്ടാകുമ്പോൾ എന്തുമാകാം എങ്ങനെയുമാകാം എന്ന നിലക്ക് അവിവേകത്തിന്റെ കാര്യങ്ങളുമായി കർമ്മങ്ങളുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അല്ല, എനിക്കൊരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ, ഒരു റിസൾട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കാൻ സാധ്യതയുണ്ട്. അവിടെ മുതൽ അങ്ങോട്ട് നന്നായി തീരുന്നതല്ല. ആരോഗ്യമുള്ള സമയത്ത് തന്നെ അത് അല്ലാഹു എനിക്ക് തന്ന നിഅമത്താണ്. എൻ്റെ ആരോഗ്യം അഹങ്കരിക്കാനും ആഢ്യത്വം കാണിക്കാനും അവിവേകം കാണിക്കാനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കാനും ആയി തീരരുത്. വിവേകത്തിൻ്റെയും വിനയത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും ഒക്കെ നല്ല പാതയിലൂടെ സഞ്ചരിക്കാനായിരിക്കണം എൻ്റെ ആരോഗ്യ സുസ്ഥിതിയെ ഞാൻ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഈ ഹദീസിലെ പ്രഥമ പാഠമാണ്. രണ്ടാമത്തേതാണ് വൽ ഫറാഗ്, ഒഴിവ് ദിനത്തിന്റെ വിഷയത്തിലും ഒഴിവ് സമയം ലഭിക്കുമ്പോൾ, അതൊരു വെക്കേഷൻ, കുട്ടികൾക്ക് വെക്കേഷൻ ആണെങ്കിൽ, മുതിർന്നവർക്ക് അധ്വാന മേഖലകളിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതല്ലെങ്കിൽ ജീവിതത്തിന്റെ മറ്റു തൊഴിൽ സമയങ്ങൾ, അതിനിടക്കൊക്കെ നമ്മൾക്ക് ഒഴിവ് കിട്ടാറുണ്ട്. അങ്ങനെ ആർക്കൊക്കെ, മുതിർന്നവരായിരുന്നാലും യുവാക്കളായിരുന്നാലും ചെറിയവരായിരുന്നാലും അതേപോലെ തന്നെ മുതിർന്ന ആളുകൾ, പ്രായം ചെന്നവരായിരുന്നാലും ആർക്കൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ ദൈനംദിന മേഖലകളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ, വർഷക്കാലയളവുകളിലൊക്കെ
പ്രത്യേകമായ ഒഴിവ് സമയങ്ങൾ ലഭിക്കുമ്പോൾ ആ ഒഴിവ് സമയങ്ങളെ ഫലപ്രദമായി വിനിയോഗിക്കുവാനുള്ള ഒരു ശ്രദ്ധ തീർച്ചയായും നമുക്കുണ്ടാകണം. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു എന്നാണ്, എനിക്ക് കോപമാണ്, ഞാൻ പലപ്പോഴും ദേഷ്യപ്പെടാൻ ആഗ്രഹിക്കും. ആരോട്? ഞാനൊരു മനുഷ്യനെ കാണുകയാണ്, ആ മനുഷ്യന് ഒഴിവ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവൻ അത് വെറുതെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. ലൈസ ഫീ ശൈഇൻ മിൻ അമലി ദുനിയ, ആ കിട്ടിയ ഒഴിവ് കൊണ്ട് അവന്റെ ദുനിയാവിന് വേണ്ടി ഒന്നും ചെയ്യാൻ, ദുനിയാവിന് വേണ്ടി ക്രിയാത്മകമായ ഒരു പദ്ധതിയിലും ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാൻ ആ ഒഴിവ് സമയത്ത് അവൻ ഉപയോഗപ്പെടുത്തുന്നില്ല. വലാ അമലിൽ ആഖിറ, പരലോകത്തിന് വേണ്ടിയിട്ടും ഉപയോഗപ്പെടുത്തുന്നില്ല. ഹലാലായ അനുവദിക്കപ്പെട്ട ദുനിയാവിന്റെ ആഗ്രഹങ്ങൾ വരുതിയിൽ വരുത്തുന്നതിന് വേണ്ടിയോ അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി അനശ്വരമായ പരലോക വിജയം സമ്മാനിക്കുന്ന സൽക്കർമ്മ വഴിയിലോ ഒഴിവ് സമയത്തെ ഉപയോഗപ്പെടുത്താത്തവൻ അവിവേകിയാണ്, അവനോട് ഞാൻ കോപിക്കാൻ ദേഷ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് മുതിർന്ന സഹാബിയായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒഴിവ് സമയങ്ങളെ ഏറ്റവും നന്നായി വിനിയോഗിക്കുവാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലും പറഞ്ഞല്ലോ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിറജുലിൻ, ഒരു മനുഷ്യനോട്, സഹാബിയോട്, അനുചരനോട് പറയാൻ, വഹുവ യഅ്ളുഹു, സാരോപദേശം കൊടുക്കുന്ന സമയത്ത്, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് നീ 5 കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടേയിരിക്കണം. ശബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പേ നിന്റെ യൗവനം നീ ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. അർശിന്റെ തണൽ ലഭിക്കുന്നവരിൽ ഒരു യുവാവ്, ദീനിന്റെ മാർഗത്തിൽ കഴിച്ചുകൂട്ടിയ യുവാവ് യുവതി, അവർക്ക് തണൽ ലഭിക്കാത്ത സമയത്ത് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാർദ്ധക്യത്തിന്റെ മുന്നേ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധത്തെ അതിമനോഹരമായ നിലനിർത്തി സൽക്കർമ്മ നിരതമായി സദാചാരപരമായി സംശുദ്ധമായി ജീവിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സന്മാർഗ സൗഭാഗ്യമുണ്ട് എങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്, അള്ളാഹുവിന് ചെയ്യുന്ന നിഅമത്താണ്. നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നിടത്ത് ശരീരം വരുത്താനും വരുതിയിലാക്കുവാനും പറ്റുന്ന പ്രായത്തിന്റെ വസന്ത സമയത്തെ അവിവേകത്തിനും അധർമ്മങ്ങൾക്കും പുതിയ കാലത്ത് വലിയ പ്രശ്നം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പ്രണയങ്ങൾക്കും അതേപോലെ തന്നെ മൊബൈൽ അഡിക്ഷനുകൾ, പോർണോഗ്രാഫി, അതേപോലെ മറ്റ് ലഹരി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ആയുസ്സിനെ, ആരോഗ്യത്തെ, സമ്പത്തിനെ, ഒഴിവിനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന അവിവേകികളായ ആളുകളുണ്ട്. അള്ളാഹു നമ്മെയും മക്കളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതേ അവസരത്തിൽ നമ്മുടെ യൗവനം, നമ്മുടെ മക്കളുടെ യൗവനം, അവരുടെ കൗമാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിതമായി തീർന്ന് സാമൂഹിക നന്മക്ക് വേണ്ടി വിനിയോഗിക്കുന്ന അവസ്ഥകളിലേക്ക് എത്തിച്ചേരണം. വസിഹ്ഹതക ഖബ്ല സഖമിക, വസിഹ്ഹതക, നിനക്ക് ലഭിച്ച ആരോഗ്യം, ഖബ്ല സഖമിക, രോഗാതുരമാകുന്നതിന് മുമ്പ്. രോഗം വരാനുണ്ട്, ആർക്കായിരുന്നാലും പരീക്ഷണമായി അസുഖങ്ങൾ, പ്രാരാബ്ദങ്ങൾ കടന്നു വരാനുണ്ട്. ശരീരത്തിന് എന്നും ഇതേ അവസ്ഥയായി തീരുകയില്ല. കണ്ണിന് മങ്ങലുണ്ടാകും, തൊലി ചുളിഞ്ഞു പോകും, ഇന്റേണൽ ഓർഗൻസിന് പ്രയാസങ്ങൾ ഉണ്ടാകും. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ ആരോഗ്യ വിഷയത്തിൽ കടന്നു പോകേണ്ടി വരും. പക്ഷേ അതല്ലാത്ത സുസ്ഥിതിയിലാണ്, ആരോഗ്യ പരിരക്ഷയിലാണ്, സംരക്ഷിതരാണ്, നിഅമത്തിലാണ്, സിഹത്തിന്റെ വിഷയത്തിൽ നമ്മളെങ്കിൽ അതിനെ തീർച്ചയായും ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. പ്രവാചകൻ പറയുകയാണ്, നിനക്ക് ലഭിച്ച ഐശ്വര്യം, നിന്റെ സാമ്പത്തിക ശേഷി, ഖബ്ല ഫഖരിക, എപ്പോഴാണ് ദാരിദ്ര്യത്തിലേക്ക് പരീക്ഷണമായി എടുത്തെറിയപ്പെടുക എന്ന് പറയാൻ സാധ്യമല്ല. ഇപ്പോൾ ഐശ്വര്യത്തിലാണ് എങ്കിൽ, സാമ്പത്തികമായ ഭദ്രതയിലാണ് എങ്കിൽ അതിനെ ഐഹികത്തിനായാലും പാരത്രികത്തിനായിരുന്നാലും ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. അമിതമായി ചെലവഴിക്കുകയും ചെയ്യരുത്, പിശുക്ക് പിടിക്കുകയും ചെയ്യരുത്. പരമകാരുണ്യകന് വിധേയപ്പെട്ട അടിമകളുടെ വിശേഷണം 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചല്ലോ, അവരങ്ങനെ പിശുക്ക് പിടിക്കുകയുമില്ല, ദൂർത്തടിക്കുകയുമില്ല. വബൈന ദാലിക ഖവാമാ, സാമ്പത്തിക സ്ഥിരതയുടെ, ദീർഘവീക്ഷണത്തിന്റെ, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി, സാമ്പത്തിക സാക്ഷരതയുള്ള നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കുമെന്ന്. അപ്പൊ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകണം. ദാരിദ്ര്യത്തിന്റെ മുമ്പ് കടന്നു വരുന്ന സമ്പന്നത എങ്ങനെ വിനിയോഗിക്കണമെന്ന് നിനക്കറിയണം. അത് ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കപ്പെടണമെന്ന് പറയാൻ. ആ ഹദീസിന്റെ അവസാനത്തിൽ നിനക്ക് ലഭിക്കുന്ന ഒഴിവ് സമയം,
വെക്കേഷൻ സമയങ്ങളെ ഖബല ശുഗ്ലിക, എന്നാൽ ഇനി നീ ബിസിയായി തീരാൻ സാധ്യതയുണ്ട്, തിരക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ഇനിയും പഠനങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അങ്ങേയറ്റത്തെ ജോലി തിരക്കുകളിലേക്ക് തെന്നിമാറാൻ സാധ്യതയുണ്ട്. ആ ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒഴിവിനെ ഐഹികവും ആത്മീയവുമായ ക്ഷേമമോക്ഷത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഉത്ബുദ്ധരിൽ നീ ഉൾപ്പെട്ടുകൊണ്ടേ ഇരിക്കണമെന്ന് പ്രവാചകൻ പറയാൻ. അവസാനത്തിൽ വഹയാതക ഖബ്ല മൗതിക വഹയാതക, യുവർ ലൈഫ്, നിന്റെ ജീവിതമുണ്ടല്ലോ, ഈ കുറഞ്ഞ കാലത്തെ ജനനമെന്ന 3 അക്ഷരവും ജീവിതമെന്ന 3 അക്ഷരവും അതിൻ്റെ ശേഷം വരുന്ന മരണമെന്ന 3 അക്ഷരം, ഇങ്ങനെ പിന്നെ ഖബർ എന്ന 3 അക്ഷരം, ഈ 2-3 അക്ഷരങ്ങൾ കിടക്കില്ല. ഈ കുറഞ്ഞ കാലയളവിലെ നശ്വരമായ നൈമിഷികമായ വളരെ കുറഞ്ഞ കാലയളവ് എപ്പോ എവിടെ എങ്ങനെ അവസാനിക്കുമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കാത്ത അവസ്ഥ. മലപ്പുറം ജില്ലയിലെ മാറാക്കര പഞ്ചായത്തിൽ പിതാവും മകനും കുടുംബ സന്ദർശനം നടത്തി പെരുന്നാൾ സുദിനത്തിന്റെ ആമോദത്തിൽ ആനന്ദത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചുമരിനിടിച്ച് ബൈക്കുമായി ആ പിതാവും മകനും കിണറിലേക്ക് വീണ് മരിച്ച വാർത്ത പെരുന്നാളിൽ നമ്മൾ കേട്ടില്ലേ? ആരാണ് നമ്മുടെ ശരീരത്തിൽ കഫൻ പുടവ അണിയിക്കുക? നമ്മൾ ധരിച്ച വസ്ത്രം നമ്മളായിരിക്കുമോ? അതല്ല, മയ്യത്ത് കുളിപ്പിക്കുന്ന കയ്യായിരിക്കുമോ വസ്ത്രം അഴിച്ചു വെക്കുക എന്ന് പറയാനും അറിയാനും എനിക്ക് സാധ്യമല്ല എന്ന് അറബ് ലോകത്തിന്റെ സാഹിത്യകാരൻ മുസ്തഫ ലുത്ഫി മൻഫലുത്തി പറഞ്ഞു വെച്ചിട്ടുമുണ്ടല്ലോ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം രുചിച്ചറിയാനുള്ളതാണ്, മരണം വന്നെത്താനുണ്ട്. എവിടെ വെച്ചാണ് മരിക്കുക എന്ന്? വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, എവിടെ വെച്ച്? കിണറിലാണോ, ഐസിയിലാണോ, റോട്ടിലാണോ, വിദേശത്താണോ, സ്വദേശത്താണോ, അങ്ങാടിയിലാണോ, അരങ്ങിലാണോ, അടുക്കളയിലാണോ, എവിടെയാണ് എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരുങ്ങി നിൽക്കണം. തഖ്വയെക്കുറിച്ച് റമദാനിൽ നമ്മൾ കേട്ടു. മഹാനായ അലി റളിയല്ലാഹു അൻഹു തഖ്വയെക്കുറിച്ച് 4 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ 4ാമത്തെ കാര്യമായി പറഞ്ഞത് അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, അവസാന യാത്രക്ക് വേണ്ടി ഒരുക്കം നടത്തിക്കൊണ്ടേയിരിക്കുക എന്നാണ്. അവസാന യാത്രക്ക് വേണ്ടി. ഒരിക്കൽ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ, ഇമാം ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ ഒരു മയ്യത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, ഇതാ ഈ മനുഷ്യൻ മരണത്തിലേക്ക് ബർസഖിലേക്ക് പോവുകയാണ്. കൂടി നിൽക്കുന്ന ആളുകൾ ബർസഖിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ ഈ മനുഷ്യന്റെ ഇതേപോലെ ഒരു ദിനത്തെ കാത്തിരുന്നു കൊണ്ട് അതിന്റെ കാര്യഗൗരവത്തിലുള്ള കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ആരോഗ്യത്തെയും ഒഴിവു സമയത്തെയും ഉപയോഗപ്പെടുത്തുന്നവരാണ് വിവേകികളും വിശുദ്ധരുമെന്ന് ഇമാം ഹസൻ ബസ്രി റഹ്മഹുല്ല പറഞ്ഞിട്ടുണ്ട്. മയ്യത്ത് സന്ദർശിക്കുമ്പോൾ, മയ്യത്ത് നമസ്കരിക്കുമ്പോൾ, മയ്യത്ത് കട്ടിലിൽ പിതാവിന്റെ, മാതാവിന്റെ, സഹോദരന്റെ, സഹോദരിയുടെ, അയൽവാസിയുടെ, സുഹൃത്തിന്റെ, സഹപ്രവർത്തകന്റെ മയ്യത്ത് കട്ടിലിന്റെ സമീപത്തുകൂടി അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ആ മയ്യത്ത് കട്ടിൽ പിടിച്ച മനുഷ്യനോട് ആ കട്ടിൽ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫഅലം, നീ അറിയണം, ബഅദഹാ മഹ്മൂലു, ഇതിന് ശേഷം ഇതേ കട്ടിലിൽ, ഇതുപോലുള്ള കട്ടിലിൽ നീ വഹിക്കപ്പെടാനുള്ളതാണ് എന്ന്. അതുകൊണ്ട് ഈ കൊച്ചു ജീവിതത്തിന്റെ പരിസമാപ്തി കുറിച്ച് കടന്നു വരുന്ന മരണത്തെ, ആ മരണത്തിന്റെ മുമ്പെയുള്ള ഈ കുറഞ്ഞ കാല ജീവിതത്തെ ഏറ്റവും സൽക്കർമ്മ നിരതമാക്കി തീർക്കാൻ വേണ്ടി നീ ഉപയോഗപ്പെടുത്തണമെന്ന് പറയാൻ. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ആലോചനയാണ് ഈ വെക്കേഷൻ കാലയളവിൽ. ഒഴിവ് കിട്ടുന്ന സമയത്ത് പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന, ദുനിയാവിന്റെ നൈമിഷികത തിരിച്ചറിഞ്ഞ വിശ്വാസി സമൂഹത്തിന് റമളാൻ കഴിഞ്ഞാലും ഉണ്ടായിക്കൊണ്ടേയിരിക്കേണ്ടത് അതാണ്. കഴിഞ്ഞ ഖുതുബകളിലൊക്കെ ഇസ്തിഖാമത്ത്, റമളാനിൽ നേടിയതിന് ഇസ്തിഖാമത്ത്, വീണ്ടും പടച്ച റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിലകൊള്ളുക, അതേ നിലവാരത്തിൽ ഭക്തിയിൽ, സൂക്ഷ്മതയിൽ, പ്രതിഫലേച്ഛയിൽ, പ്രാർത്ഥനാ ബോധ്യത്തിലൊക്കെ അങ്ങനെ നിലകൊള്ളുക. ഇസ്തിംറാർ, നേടിയെടുത്ത കർമ്മങ്ങൾക്കെല്ലാം തുടർച്ചയുണ്ടാക്കുക. അതാണ് ഒഴിവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലെ 94-ാം അധ്യായം സൂറത്തു ശറഹിലെ 7-ാം സൂക്തത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്, ഫൈദാ ഫറഗ്ത ഫൻസബ്, ഫൈദാ ഫറഗ്ത, നിനക്ക് ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ, അഥവാ ഒന്നിൽ നിന്ന് നീ ഒഴിവായി കഴിഞ്ഞാൽ, ഫൻസബ്, നീ അടുത്തതിന് വേണ്ടി അധ്വാനിക്കുക. നമുക്ക് പരിചയമുള്ള അധ്യായമാണ്. അലം നശ്റഹ് ലക സദ്റക് വവളഅനാ അൻക വിസ്റക് എന്ന് തുടങ്ങുന്ന അധ്യായത്തിന്റെ ഫൈനൽ വേർഡ്സ്, അവസാന സൂക്തം അതാണ്. ഫൈദാ ഫറഗ്ത ഫൻസബ്, ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ നീ അടുത്തതിന് വേണ്ടി അധ്വാനിക്കുക. ഇന്നതിന് വേണ്ടി ഒഴിവ് കിട്ടിയാൽ, അല്ലെങ്കിൽ ഇന്നത് അവസാനിച്ചു കഴിഞ്ഞാൽ എന്നവിടെ പ്രത്യേകം പറഞ്ഞിട്ടില്ല. ഐഹിക കാര്യങ്ങളിൽ ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആത്മീയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയണം. അതേപോലെ തന്നെ ശത്രുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങളിൽ ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ
ദേഹേച്ഛയാകുന്ന ശത്രുവിനോട്, പിശാചാകുന്ന ശത്രുവിനോട് പ്രതിരോധം തീർക്കാൻ നിനക്ക് സാധിക്കണം. തഫ്സീറുകളിൽ കാണുവാൻ കഴിയും. അതേപോലെ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നീ ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ നിന്റെ സ്വന്തം വിഷയത്തിന് വേണ്ടി പടച്ചറബുമായി മുനാജാത് കിട്ടാൻ നീ ആ ഒഴിവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതേ അവസരത്തിൽ വ്യക്തിപരമായ വിഷയം നിർവഹിച്ച് ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, അയൽപ്പക്കങ്ങൾക്ക് വേണ്ടി, സമസൃഷ്ടികൾക്ക് വേണ്ടി, സഹജീവികൾക്ക് വേണ്ടി നീ ഇറങ്ങി പുറപ്പെടണമെന്നാണ്. നിർബന്ധ കാര്യങ്ങൾ നിർവഹിച്ച് ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഐച്ഛിക കാര്യങ്ങൾക്ക് വേണ്ടി നീ ഇറങ്ങിത്തിരിക്കണം. പകൽ സമയത്ത് ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിർവഹിക്കേണ്ട നമസ്കാരത്തിന് പിന്നീട് ലഭിക്കുന്ന ഒഴിവ് സമയങ്ങളിൽ നീ ഇടം കൊടുക്കേണ്ടതുണ്ട് എന്ന് തഫ്സീറുകളിൽ അങ്ങനെ ഇതിന്റെയൊക്കെ വിശകലനമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇപ്രകാരമായിരിക്കണം നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ ധന്യത നമ്മൾ നിലനിർത്തേണ്ടത്. പല ആളുകളും ഒഴിവ് ദിനങ്ങളെ അനാവശ്യങ്ങൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി, അതിനുള്ള കൂട്ടുകെട്ടുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മക്കളെയൊക്കെ നമ്മൾ നിരീക്ഷിക്കണം. മതവും മനഃശാസ്ത്രവും അനുസരിച്ച് അവരെ കൈകാര്യം ചെയ്യാൻ കഴിയണം. അവരുടെ സൗഹൃദങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം. കുട്ടികളൊക്കെ ഒരു കോഴ്സ് കഴിഞ്ഞ് അടുത്ത കോഴ്സ് എടുക്കുകയാണ്. പുതിയ പുതിയ കോഴ്സുകൾ MD യും MA യും ഒക്കെ ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ്. BA കഴിഞ്ഞിട്ടാണ് MA എങ്കിൽ, MD എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് എങ്കിൽ, ഇന്ന് MD MA കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളും ഇരുട്ടിന്റെ ശക്തികൾ സ്വാർത്ഥതക്ക് തുറന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു രാഷ്ട്രത്തിന്റെ നന്മക്ക് വേണ്ടി വിഭവശേഷിയായി, ഹ്യൂമൻ റിസോഴ്സായി മാറേണ്ട കൗമാര യൗവനങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിനും കുടുംബത്തിനും അയൽപ്പക്കങ്ങൾക്കുമൊക്കെ ബാധ്യതയും ഭാരവുമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ അതിലേക്ക് ചേക്കേറാൻ പാടില്ല. നമ്മുടെ സൗഹൃദങ്ങളും നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കളും ഒക്കെ പ്രവാചകൻ പറഞ്ഞ ഡെഫിനിഷനിൽ ഉള്ള സൗഹൃദങ്ങൾ ഉണ്ടാകണം. ആരാണത്? ഖിയാറുക്കും അല്ലദീന ഇദാ റൂദുകിറല്ലാഹ്, ദ ബെസ്റ്റ് എമംഗ് യു, നിങ്ങളിലെ ഉത്തമർ എന്ന് പറയുന്നത് ആരെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോഴാണോ പടച്ചറബിനെയും പരലോകത്തെയും ഓർമ്മ വരുന്നത് എങ്കിൽ അവരാണ് നിങ്ങളിലെ ഉത്തമർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെയുള്ള ഉത്തമർ നമ്മുടെ മക്കൾക്കുണ്ട്, നമുക്കുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഒഴിവു സമയങ്ങളിൽ നമ്മുടെ മക്കളുടെ കൂടെ ചെലവഴിക്കണം, കുടുംബത്തിന്റെ കൂടെ ചെലവഴിക്കണം. വെറും പ്രൊഫഷനും കച്ചവടവും ബിസിനസ്സും തിരക്കുമായി കഴിഞ്ഞാൽ നമ്മൾ ആർക്കാണോ തിരക്ക് കൂട്ടിയത്, സമ്പാദിച്ചു വെച്ചത് എങ്കിൽ പിന്നീട് അവർ നമ്മുടെ കൂടെ ഇഹലോകത്തും പരലോകത്തും ഇല്ലാത്ത അവസ്ഥയുള്ള അനുഭവങ്ങൾ എത്രയാണ് മഹല്ലുകളിൽ, നാടുകളിൽ, രക്ഷിതാക്കളിൽ, കുടുംബങ്ങളിലൊക്കെ വന്നണഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അനിൽ അസ്വദ് ഖാല സഅൽതു ആയിഷ റളിയല്ലാഹു അൻഹാ മാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ ബൈതിഹി, പ്രവാചകൻ വീട്ടിലേക്ക് വരും, വീട്ടിലുള്ള വേലകളൊക്കെ ചെയ്യും. ഖാലത്ത് ചോദിച്ചു, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, പ്രവാചകൻ തന്റെ കുടുംബത്തിന്റെ പ്രിയതമയുടെ കൂടെ അങ്ങനെ തഅനി ഖിദ്മത അഹ്ലിഹി, സേവനങ്ങളൊക്കെ ചെയ്യുകയാണ്, വീട്ടിൽ സമയം ചെലവഴിക്കുകയാണ്. ഫൈദാ ഹളറത്തിസ് സ്വലാഹ്, നമസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ ഖറജ ഇലസ്സലാ, നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. അതേ വീട്ടിൽ നമ്മൾ സമയം കൊടുക്കണം, മക്കൾക്ക് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കണം. അൻ ഇബ്നു അബ്ബാസ് ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാമിലുൽ ഹസൻ ഇബ്നു അലി ആതിഖിഹി, ചുമലിൽ ഇങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹുവിനൊക്കെ അങ്ങനെ ചുമന്നുകൊണ്ട് കളിക്കുകയാണ്. ഫഖാല റജുലൻ, ആ സമയത്ത് ഒരു മനുഷ്യൻ, സഹാബി പറയാൻ, നിഅമൽ മർക്കബ്, എന്ത് നല്ല വാഹനമാണ്, വിനയത്തോടുകൂടി ഒരു പിതാമഹനല്ലയോ ഒരു വല്യപ്പയല്ലയോ കുട്ടികളെ കളിപ്പിക്കുന്നത് ആ വാഹനത്തെ. കാരണം പ്രവാചകനോട് സഹാബികൾക്ക് അത്രമേൽ അറ്റാച്ച്മെന്റ് ആണ്. പ്രവാചകനിലേക്കാണ് അവരുടെ ശ്രദ്ധ പോയത്, പ്രവാചകനെയാണ് അവർ പുകഴ്ത്തിയത്, പ്രവാചകൻ എന്ന പിതാമഹനെയാണ് അവർ മെൻഷൻ ചെയ്ത് പ്രത്യേകം പറഞ്ഞത്. റക്കിബ്ത യാ ഗുലാം, അല്ലയോ കുട്ടി, നീ ആ കയറിയ വാഹനം ഉണ്ടല്ലോ അത് എത്രമേൽ ഹൃദ്യമാണ്, മനോഹരമാണ്. എന്നാൽ പ്രവാചകൻ കുട്ടികളുടെ ഗുരുനാഥൻ കൂടിയാണ്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വനിഅമർ റാകിബു ഫഹുവ, കുതിരപ്പുറത്തിരിക്കുന്നവൻ, വാഹനപ്പുറത്തിരിക്കുന്നവനും എത്ര മഹനീയനാണ് എന്ന് ആ കുട്ടിത്വത്തിലേക്ക്, കുട്ടിയുടെ മനസ്സിലേക്ക് കയറി ഇടം നേടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാല നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ, വീടകങ്ങളിൽ ഈ വെക്കേഷൻ കാലയളവിൽ ബോധപൂർവം ഉണ്ടാകട്ടെ.
ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന, ഒരുമിച്ച് യാത്ര പോകുന്ന, ഒരുമിച്ച് രോഗികളെ സന്ദർശിക്കുന്ന ഉപ്പയത്ത കുടുംബങ്ങളിലേക്ക്, ഉമ്മയത്ത കുടുംബങ്ങളിലേക്ക് യാത്ര പോകാം. ഹലാലായ വിനോദങ്ങളിലേക്ക് പോകാം. നമസ്കാരം നഷ്ടപ്പെടുത്താത്ത, മദ്രസകളിൽ പഠിച്ച ജംഉം കസ്റും ഒക്കെ ഓർമ്മിച്ച് പ്രാക്ടിക്കലൈസ് ചെയ്യുന്ന, വാഹനത്തിൽ കയറി പുറപ്പെടുന്ന സമയത്ത് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് ചൊല്ലി പറയുന്ന, വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ആക്സിഡന്റുകൾ, അപകടങ്ങൾ, പൊടുന്നനെയുള്ള വേർപാടുകൾ, അങ്ങനെയുള്ള എത്രയോ വീഡിയോകൾ. മോനെ നീ ചൊല്ലിയോ, മോളെ നീ പ്രാർത്ഥിച്ചോ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്ന് പറഞ്ഞ് പോകുന്നതിനനുസരിച്ച് ബാങ്കുലി കേൾക്കുന്ന സമയത്ത് ധർമ്മനിഷ്ഠയുടെ, നന്മയുടെ, അള്ളാഹുവിന്റെ സംരക്ഷണത്തിന്റെ, വിജയത്തിന്റെ വിളിയാളം കേൾക്കുകയാണ്. അതാണ് ആ വിളിയാളം. നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. വാഹനം സൈഡാക്കി അങ്ങനെ ദുഹർ നമസ്കരിച്ച് ദീർഘയാത്രയാണ് എങ്കിൽ ആ കുടുംബത്തോടൊപ്പം മക്കളെയും കൂട്ടി, യാത്രക്കാരെയും കൂട്ടി അസർ കസറാക്കിയിട്ട് ജമ്മു തഖദീമായി കൂടെ കസറാക്കി മസ്അലകളൊക്കെ ചർച്ച ചെയ്ത് സാരോപദേശങ്ങളൊക്കെ നൽകിയുള്ള ഈ ഒഴിവുകാല യാത്രകള്, സന്ദർശനങ്ങൾ, മൂത്താപ്പയെ, എളാപ്പയെ, വല്ലുപ്പയെ, വല്ലുമ്മയെ, കുടുംബ ബന്ധുക്കളെ, പോകുന്ന വിനോദയാത്രക്ക് പോകുന്ന സ്ഥലങ്ങളുടെ വഴിയടയാളങ്ങളിൽ വെച്ച്, വഴികളിൽ വെച്ചുകൊണ്ട് കുടുംബത്തെ സന്ദർശിക്കുകയാണ്, രോഗികളെ സന്ദർശിക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, കുടുംബ സന്ദർശനത്തിൽ ഗിഫ്റ്റ് സമ്മാനം, മധുരം കൊടുക്കുകയാണ്. അങ്ങനെയുള്ളതൊക്കെ ഊഷ്മളമായ ബന്ധങ്ങൾ ചേർക്കുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. കുലൂ ജമീഅ, നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. വലാ തഫറഖു, ഭിന്നിച്ചിരിക്കരുത്. മക്കളും മാതാപിതാക്കളും ഒരുമിച്ചിരുന്ന് 10 മിനിറ്റ് സംസാരിക്കുന്ന പതിവ് നഷ്ടപ്പെട്ട എത്രയോ വീടകങ്ങളുണ്ട്, എത്രയോ കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള ഊശ്വരമായ രീതിയിൽ നമ്മുടെ വീടകങ്ങൾ മാറാൻ പാടില്ല. വസന്തങ്ങളാകണം. എല്ലാവരും ഒരുമിച്ചിരിക്കട്ടെ. ടീനേജ് പ്രായവും ബാല്യപ്രായത്തിലും ഒക്കെയുള്ള കുട്ടികൾ ഒരുമിച്ചിരുന്ന് എല്ലാ നന്മകളും പരസ്പരം പങ്കുവെക്കുന്ന, ജീവിതാവബോധം കൊടുക്കുന്ന. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രഥമ പ്രൈം മിനിസ്റ്ററാണ്. മകൾക്ക് അയച്ച കത്ത് വളരെ പ്രസിദ്ധമാണ്. 10-ാം വയസ്സിൽ പോലും, ചെറിയ പ്രായത്തിൽ പോലും പ്രപഞ്ചത്തെ നിരീക്ഷിക്കാൻ, ചുറ്റുപാടിനെ നിരീക്ഷിക്കാൻ, മനുഷ്യരെ നോക്കാൻ പറഞ്ഞ്, ജീവിതം പഠിക്കാൻ പറഞ്ഞ് പ്രഥമ പ്രൈം മിനിസ്റ്റർ ലൈഫ് ലിറ്ററസി കൊടുക്കുന്നു എങ്കിൽ നമ്മളൊക്കെ മക്കൾക്ക് ആത്മീയമായും ഐഹികമായും എന്തൊക്കെ പകുത്തു കൊടുക്കണം. ആഗോളതലത്തിൽ നടക്കുന്നത്, ഗസയിൽ നടക്കുന്നത്, അഭയാർത്ഥികളെ, ഇന്ത്യയുടെ കറന്റ് സ്റ്റാറ്റസ് ഓഫ് അവർ നാഷൻ, ദേശീയ രാഷ്ട്രീയം, നമ്മുടെ സ്റ്റേറ്റിൽ നടക്കുന്നത്, ചുറ്റുപാടിൽ നടക്കുന്നത്, LGBTQ, ലിബറലിസം, യുക്തിവാദം, നിരീശ്വര നിർമ്മതവാദം, ലൈംഗിക അരാജകത്വങ്ങളെ, ഇതിലേക്കൊന്നും പോകാതെ കൃത്യമായ അവബോധം ഉണ്ടാക്കാൻ പറ്റുന്ന ഡിസ്കഷനുകൾ മക്കളും മാതാപിതാക്കളും തമ്മിൽ, ഇണകൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, കൂട്ടുത്തരവാദിത്തമുള്ള ഒരു സമൂഹത്തിലെ ഉറ്റാലോചിക്കുന്നവരൊക്കെ പല പല ഏജൻസികളിലൂടെ, സംവിധാനങ്ങളിലൂടെ, ചെറിയ വലിയ സംഘങ്ങളായി നടത്തി എന്താണ് ജീവിതമെന്നറിയണം, എങ്ങനെയാണ് ജീവിക്കലെന്നറിയണം, ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയണം, പുതിയ കാല പ്രശ്നങ്ങൾ അറിയണം, അതിജീവനത്തിന്റെ ആത്മീയ പാഠങ്ങൾ അറിയണം. ഇങ്ങനെ പലതും പകുത്തു കൊടുക്കപ്പെടേണ്ട സമയമാണ് ഒഴിവുകാല സമയം എന്ന് പറയുന്നത്. അതല്ലാതെ അങ്ങനെ മൊബൈലുകളിൽ, വെറും റീൽസുകളിലെ, ഗെയിമുകളിലെ അങ്ങനെ അലക്ഷ്യമാക്കി കളയേണ്ടതല്ല. 3 വയസ്സ് വരെ മക്കൾക്ക് നിങ്ങൾ ടാബും മൊബൈലും സ്ക്രീനും കൊടുക്കരുത്. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ അരമണിക്കൂർ, 8 വയസ്സ് മുതൽ 13-12 വയസ്സ് വരെ 1 മണിക്കൂർ, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പഠനങ്ങൾ പറയുന്നത്. അതല്ലാതെ അന്തം വിട്ട് അലക്ഷ്യമായി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മക്കൾ ഉണ്ടാക്കി തീർക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഉപബോധ മനസ്സിൽ സേവ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, ചോരയോട് അറുപ്പും വെറുപ്പുമില്ലാതായി തീരുന്ന, കട്ടച്ചോര ജ്യൂസടിച്ചു കുടിച്ച് എന്ന പാട്ടുകൾ, പുറമെ ഇത്തരത്തിലുള്ള കൊലപാതക സീനുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഫിലിമുകൾ, കാര്യങ്ങൾ, ഇതിനൊക്കെ അഡിക്റ്റായി അതങ്ങനെ കണ്ട് റമദാനിലൊക്കെ നേടിയെടുത്ത നമ്മുടെ എല്ലാ കുടുംബ സംവിധാനത്തിന്റെ ഇസ്ലാമിക ചൈതന്യ സംസ്കാരം ഒന്നുമല്ലാതാക്കി തീർക്കാൻ ഈ കാലയളവ് മതിയാകും. അതുകൊണ്ട് കാര്യബോധത്തോടെ, വിവേകത്തോടെ, അവധാനതയോടെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ചാരത്ത് നിന്നുകൊണ്ട് ഐഹികവും ആത്മീയവുമായ ആത്മസംസ്കരണവും അതിജീവനവും അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ ഉത്ബുദ്ധത കാണിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദി അൻഅമനാ വഅസ്അദനാ ബിഹിദായത്തിൽ ഇസ്ലാം വഹുവല്ലദി അക്രമനാ ബിൽ ഖുർആനിൽ കരീം വഹുവല്ലദി അർശദനാ ഇലാ സിറാത്തിൽ മുസ്തഖീം വഹുവല്ലദി അദ്ഖലനാ വഅൻഹൈനാ ശഹ്റ റമളാനൽ മുബാറക് വസ്സലാത്തു വസ്സലാമു അലൽ ഖായിൽ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിധിവിലക്കുകളെ പ്രത്യേക സമയ, സന്ദർഭ, ദിവസ, മാസ, വർഷ വ്യത്യാസമില്ലാതെ
എല്ലായ്പ്പോഴും എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും നിർണയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് അനുഗ്രഹീതമായ ചൈതന്യമുള്ള അർത്ഥപൂർണമായ ജീവിതം നയിക്കാൻ പ്രാപ്തി നേടുന്നവരിൽ അവൻ നമ്മെയും മക്കളെയും ഇണകളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് പുതുതായി നടന്നുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ പലതും അന്തർധാരയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയും ലോക്സഭയും ഒക്കെ കടന്ന് രാഷ്ട്രപതിയുടെ മുമ്പിലെത്തുന്ന വിഷയം മാത്രമല്ല, പലപ്പോഴും ന്യൂനപക്ഷങ്ങളെ, വിശിഷ്യ ഇസ്ലാമിക സമൂഹത്തെ അരികുവൽക്കരിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെരുന്നാളിൻ്റെ സമയത്ത് പോലും യു പിയിലൊക്കെ നമ്മൾ കണ്ടതാണ്, പാസ്പോർട്ട് വരെ റദ്ദാക്കും ഒരു സ്വഫ് ആരെങ്കിലും പുറത്തു നിന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ. ഏതാണ് ഈ രാജ്യം? ഏതാണ് ഈ നാട്? ഏതാണ് ആ യു പി? കുംഭമേളയ്ക്ക് വേണ്ടി, ഒരു മതത്തിൻ്റെ ആചാരത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു ടീമും വിഭാഗവും സർക്കാരും പറയുകയാണ്, ആർക്കും പ്രയാസമുണ്ടാക്കാതെ. കുംഭമേളയിലൊക്കെ ഉണ്ടായ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് കയറിയിട്ടാണ് അതൊക്കെ നിർവഹിച്ചത്, അവരുടെ ആചാരമാണ്. അതേപോലെ പൊങ്കാല, അതൊക്കെ റോഡുകളിൽ തെരുവോരങ്ങളിലൊക്കെ കാണും. നമ്മൾ അസഹിഷ്ണുത കാണിക്കാറില്ല. കാരണം ആരൊക്കെ എന്തൊക്കെ വർഗീയതയും തീവ്രതയും പ്രചരിപ്പിച്ചാലും ഏതൊക്കെ രൂപത്തിൽ വശീകരിച്ചാലും ഇസ്ലാമിക ഉമ്മത്തിന് അതിന് സാധ്യമല്ല എന്ന് 49-ാം അധ്യായം സൂറത്ത് ഹുജറാത്തിലെ 13-ാം സൂക്തത്തിൽ പടച്ചറബ് പണ്ടേ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാന. അള്ളാഹുവാണ് നിങ്ങൾ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചത്. എല്ലാവരും ആദമിൻ്റെയും അവ്വയുടെയും മക്കളാണ്, ഒരേ തറവാട്ടിൽ നിന്ന് മാറി താമസിച്ചവരാണ്. പക്ഷേ ഇസ്ലാമല്ലാത്ത ഇതര മതവിഭാഗങ്ങൾ, ഒന്ന് അവർ റിയൽ മതവിഭാഗങ്ങളല്ല, അവരൊക്കെ അവരുടേതായ മനുഷ്യനിർമ്മിതമായ ആചാര അനുഷ്ഠാനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ വിഭജിക്കപ്പെടാൻ, വശീകരിക്കപ്പെടാൻ, ധ്രുവീകരണത്തിന് വിധേയമാകാൻ, പൗരോഹിത്യത്തിൻ്റെ കൈകടത്തലുകൾ ഉണ്ടായതുകൊണ്ട് എന്തിനും നിന്നുകൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ വിശ്വാസി സമൂഹം അവധാനത കാണിക്കേണ്ട, പ്രാർത്ഥന നടത്തേണ്ട, വളരെ ആസൂത്രണ വൈഭവത്തോടുകൂടി ഈ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരാണ് നമ്മൾ. ഈ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി അധ്വാനിച്ച് രക്തം നൽകിയവരാണ് നമ്മൾ, അതിൻ്റെ പിന്മുറക്കാരാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയും അഖണ്ഡതയും പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കുക എന്ന പ്രഥമ ബാധ്യത മതനിരപേക്ഷതയോടെ, മൈത്രി ബോധത്തോടെ, മതേതര ബോധത്തോടെ തീർച്ചയായും നമ്മുടെ മനസ്സിലുണ്ടാകണം. പക്ഷേ ആനുകാലികമായി നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. പടച്ചറബ് ഇതൊക്കെ കാണുന്നുണ്ട്. മതേതര ബോധമുള്ളവരൊക്കെ ഇത് കാണുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്, പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിരാശപ്പെടാനുള്ള സമയമല്ല. കുംഭമേള നടത്തി, പൊങ്കാല നടത്തി, പലതും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരും ചിഹ്നങ്ങൾ പൊതുയിടങ്ങളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ നമസ്കാരത്തിന് വിലക്കേർപ്പെടുത്തുക, വന്നു കഴിഞ്ഞാൽ പൊതുസ്ഥലങ്ങളിലേക്ക് നിന്ന് കഴിഞ്ഞാൽ പാസ്പോർട്ട് റദ്ദാക്കും, NOC നൽകുകയില്ല, പല രൂപത്തിലുള്ള താക്കീത് നൽകുക, ബുൾഡോസർ രാജ് നടത്തുക. സുപ്രീം കോടതി ഇടപെട്ടു. ഒരു കുഞ്ഞ് വീട്ടിൽ നിന്ന് ബുൾഡോസർ രാജ് നടക്കുമ്പോൾ ഇറങ്ങി ഓടുന്ന 7 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഓട്ടം ഞങ്ങളെ ഏറെ സങ്കടപ്പെടുത്തുന്നു, പ്രയാസപ്പെടുത്തുന്നു എന്ന് ജഡ്ജ് പോലും പറയുന്ന പ്രസ്താവന നമ്മൾ വായിക്കുകയുണ്ടായി. UP സർക്കാരിനോട് 60 ലക്ഷം രൂപ ആ 6 കുടുംബങ്ങൾക്ക് 10 ലക്ഷം വീതമായിട്ട് തിരിച്ചു കൊടുക്കാൻ പറയാൻ. അങ്ങനെ പലതും നടക്കുന്നുണ്ട്. പരിഹാരവും പ്രതീക്ഷയും, ചെറിയ ചെറിയ നാമ്പുകളും മിന്നാമിനിങ്ങിൻ്റെ വട്ടങ്ങളും ഒക്കെയുണ്ട്. ഇവിടെ കോടതിയുണ്ട്, നിയമ സംവിധാനങ്ങൾ പലതുമുണ്ട്. ഇപ്പൊ ഇസ്ലാമിക സമൂഹത്തിന്റെ മേൽ കുതിര കയറാൻ മുനമ്പം പറഞ്ഞതല്ലാത്തത് പറഞ്ഞ് ഇസ്ലാമിക ഉമ്മത്തിന്റെ പൂർവ്വസൂരികളും ഇനി നിലവിലുള്ളവരുമൊക്കെ പടച്ചറബിന്റെ പ്രീതി കാംക്ഷിച്ച് മാത്രം രാജ്യത്തിനും സമൂഹത്തിനും സഹജീവികൾക്കും ജാതി മതഭേദമന്യേ ഉപകാരപ്പെടും വിധത്തിൽ ഇബാദത്തിന്റെ നിയ്യത്തോടുകൂടി നിർവഹിക്കുന്ന വഖഫിനെ എത്ര ഭീകരമായി കൊണ്ടാണ് മലയാളികളെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിമാരും MP-മാരും വരെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഉത്ബുദ്ധരാണ് നമ്മൾ, കാര്യം മനസ്സിലാക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ആവേശവും ആക്രോശവും കാണിക്കുന്നില്ല, വൈകാരികതയിലേക്ക് പോകുന്നില്ല. ഇവിടെയുള്ള മതനിരപേക്ഷ വിശ്വാസികൾ, ജനാധിപത്യ ബോധമുള്ളവർ, ഭരണഘടനയെ അംഗീകരിക്കുന്നവർ, മൈത്രി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാര്യങ്ങളെ വളരെ വ്യക്തമായി തിരിച്ചറിയും. വിശ്വാസി രാജസ്ഥാനിലേക്ക് ഈ റമദാന്റെ തൊട്ടു മുമ്പാണ് പോലീസ് ഓഫീസർ കയറി 1.5 വയസ്സുള്ള കുഞ്ഞിനെ ബൂട്ടിട്ട് ചവിട്ടിക്കൊന്നത് ഈ രാജ്യത്താണ്. ഈ രാജ്യത്ത് ഇങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഗുജറാത്തുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് കലാപമൊക്കെ വീണ്ടും ചർച്ചയായതാണ്. എന്തൊക്കെ നിഷ്ഠൂരമായ കാര്യങ്ങൾ, ആരൊക്കെ എങ്ങനെയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും പല വിധത്തിലായി ഇനിയും ബോധമണ്ഡലത്തിലേക്ക്, സാമൂഹ്യ മണ്ഡലങ്ങളിലേക്ക്, സാമൂഹ്യ മാധ്യമങ്ങളിലേക്കൊക്കെ അത് ചർച്ചയായി കൊണ്ടേയിരിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഉമ്മത്ത് നിർവഹിച്ചത് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞതുപോലെ ശാന്തസുന്ദരമായി അവര് പെരുന്നാൾ നമസ്കരിച്ചു, ഈദ് നമസ്കരിച്ചു, സമാധാന സന്ദേശം കൈമാറി, അഹങ്കാരത്തിനെതിരെ ആഞ്ഞടിക്കുന്ന തക്ബീറുകൾ അവർ മുഴക്കി. പ്രപഞ്ചനാഥൻ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ. മറ്റുള്ളവർ ആഗോളതലത്തിലായിരുന്നാലും ദേശീയ തലത്തിലായിരുന്നാലും ജാതിയും മതവും വംശവും വർണ്ണവും സമ്പത്തുമൊക്കെ പറഞ്ഞ് അഹങ്കരിക്കാൻ പാടില്ല എന്ന മെസ്സേജാണ് ഈ സമൂഹത്തിന് പെരുന്നാളിന്റെ സുദിനത്തിലൊക്കെ ഇസ്ലാമിക ഉമ്മത്ത് നൽകിയിട്ടുള്ളത്. പെരുന്നാളിന്റെ ഈദ്ഗാഹിലേക്കും മസ്ജിദുകളിലേക്കും പോകുമ്പോൾ 100 കോടിയോളം രൂപയുടെ ചാരിറ്റി നിർവഹിച്ച് സമസൃഷ്ടികളെ ചേർത്ത് പിടിച്ച് അഗതികളുടെ അന്നം ഉറപ്പുവരുത്തി ഈദ് ആഘോഷിക്കാൻ പോകുന്ന, അങ്ങനെ സമാധാനത്തിന് വേണ്ടി പറയലല്ല പ്രാവർത്തികമാക്കിയിട്ട് റമദാനിന്റെ സമയത്ത് കോടിക്കണക്കിന് രൂപ സക്കാത്ത് നിർവഹിക്കുകയാണ്, സ്വതക്ക നിർവഹിക്കുകയാണ്. ആരാണ് ഇതിൻ്റെയൊക്കെ ഉപഭോക്താക്കൾ? മുസ്ലിങ്ങൾ മാത്രമാണോ? അല്ല, അമുസ്ലിങ്ങളടക്കം സഹോദര സമുദായങ്ങളടക്കം തീർച്ചയായിട്ടും സന്തോഷം അവരെ ആനന്ദിച്ച സമയമാണ് പെരുന്നാളും റമദാനും എന്നൊക്കെ പറയുന്നത്. പറഞ്ഞു വരുന്നത് ഇസ്ലാമിന് കുഴപ്പമുണ്ടായിട്ടല്ല, വിശുദ്ധ ഖുർആന് കുഴപ്പമുണ്ടായിട്ടല്ല, ഇതിന് കുഴപ്പമില്ല എന്നും ഇത് കാലാധിപർത്തിയാണ് എന്നതുകൊണ്ട് ഇസ്ലാമോഫോബിയക്ക് വേണ്ടി ഇസ്ലാമിക സംജ്ഞകളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ സമയത്ത് 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 200-ാമത്തെ ആയത്ത് മനസ്സിൽ കോറിയിടുക. യാ യുഹല്ലദീനാമനു, അല്ലയോ സത്യവിശ്വാസികളെ, സ്ബിറു, നിങ്ങൾ സഹനം അവലംബിക്കുക, വസാബിറു, അതിൽ നിങ്ങൾ മികവ് കാണിക്കണം, വറാബിതു, എന്നിട്ടുകളെ ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് ആസൂത്രണത്തോടെ തക്കം പാർത്ത് കരുതിയിരിക്കണം. ഏതിനൊക്കെതിരാണ് വരുന്നത്, എങ്ങനെയൊക്കെ പ്രതികരിക്കാമെന്ന്. വറാബിതു, റിബാത്ത് എന്നതിന്റെ തഫ്സീർ അങ്ങനെയാണ്. മറ്റൊരു ആശയം വറാബിതു, നിങ്ങൾ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഏതെങ്കിലും ഒറ്റപ്പെട്ട വിഷയത്തിന്റെ തർക്കത്തിന്റെ നൈരന്തര്യം ഉറപ്പുവരുത്തി ഈ ഉമ്മത്തിനിടക്ക് തന്നെ ശിഥിലീകരണം ഉണ്ടാക്കി അങ്ങനെ സൈനിസത്തിനും ഫാസിസത്തിനുമൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന അജണ്ടകൾ കൊടുക്കുന്ന ആളുകൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. റാബിത്തു, ഈ ഉമ്മത്ത് ഒന്ന് എന്ന നിലക്ക് ആരെയും ഓവർടേക്ക് ചെയ്തു പോകാനോ അവരുടെ അവകാശങ്ങൾ ഹനിക്കാനോ വേണ്ടിയല്ല, നമ്മുടെ അവകാശങ്ങളും ന്യായവും നീതിയും നഷ്ടപ്പെടാതിരിക്കാനും അപരായ ആളുകളുടെ കൂടെ ബഹുസ്വരതയിൽ മൈത്രിയോടെ ജീവിച്ച് മുന്നോട്ട് പോകാനും നിങ്ങൾ ഐക്യബോധം നഷ്ടപ്പെടാൻ പാടില്ല. സർവോപരി വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയിച്ചേക്കാമെന്നാണ്. അപ്പൊ വിജയത്തിന്റെ നിദാനം തഖ്വയാണ്, ഐക്യബോധമാണ്, ക്ഷമയാണ്, സഹനമാണ്, അവധാനതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നു ഭവിച്ച സർവ പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിബന്ധങ്ങളിലും നാഥ നീ അതിജീവനം നൽകണമേ റബ്ബേ. ആഗോളതലത്തിൽ പലസ്തീൻ ഗസ സംരക്ഷണം നൽകണമേ, അതിജീവന പാതയിലേക്ക് എത്തിക്കണമേ, കൊല്ലപ്പെട്ടവർക്ക് ഷഹാദത്ത് നൽകണമേ. ദേശീയ തലത്തിൽ അരക്ഷിതമാകാനും വർഗീയ ധ്രുവീകരണ സാധ്യതയുമുള്ള വിഷയങ്ങളെയെല്ലാം അള്ളാഹുവേ ഇസ്ലാമിക ഉമ്മത്തിനും മതേതര വിശ്വാസികൾക്കും അനുഗുണമാക്കുന്ന രൂപത്തിൽ ആക്കി തീർക്കണമേ റബ്ബേ. അവിവേകികളായ ഭരണകർത്താക്കൾക്ക് നീ വിവേകം നൽകണമേ നാഥ. ഇസ്ലാമിക ഉമ്മത്തിന് നീ ഐക്യബോധവും ഇസ്സത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. സർവ്വ മനുഷ്യരുടെയും മുന്നിൽ നന്മയുടെ വിഷയത്തിൽ മാതൃകാധന്യമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്കും മക്കൾക്കും ഇണകൾക്കും നീ പ്രാപ്തി നൽകണമേ. റമദാനിന്റെ അനുഗ്രഹീത രാപ്പകലുകളിൽ ഞങ്ങൾ നിർവഹിച്ച കർമ്മങ്ങൾ സ്വീകരിക്കണമേ. ഹലാലായി ഞങ്ങളുടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും നീ സഫലമാക്കി തരണമേ. ഞങ്ങളുടെ ഉപജീവന വഴിയിൽ ബറക്കത്ത് പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, റമദാനിൽ ഞങ്ങൾ നിർവഹിച്ച ദാനധർമ്മങ്ങൾ നീ ഖബൂൽ ചെയ്യണമേ. ഈ മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെറുതും വലുതുമായ സംഖ്യ നീക്കിവെച്ചവർ, നീക്കിവെക്കാൻ ഉദ്ദേശിക്കുന്നവർ, അവരുടെ എല്ലാം ഹലാലായ ഉദ്ദേശങ്ങളെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കണമേ റബ്ബേ. അത്തരത്തിലുള്ള സ്വതക്കകൾ നീ പരീക്ഷണങ്ങൾക്ക് പ്രതിരോധമാക്കി തീർക്കണമേ റബ്ബേ. മരണപ്പെട്ടവർക്ക് നീ അല്ലാഹുവേ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണമേ നാഥ.